അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട പ്രഭാഷന്മാർ, വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 6 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ പ്രോഗ്രാമിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 5 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് ഗാന ശുശ്രൂഷ നടത്തിയത്, നേതൃത്വം നൽകിയത് മലങ്കര സഭയുടെ സഞ്ചാര സുവിശേഷ വിഭാഗമായ സ്നേഹ സന്ദേശമാണ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. ബഹുമാനപ്പെട്ട ഗീവറീസ് കെ അച്ഛൻ, ഷിബു ടോമസ് അച്ഛൻ, അതുപോലെ CB ജോസ്, ബിജു വർഗീസ്, സാജൻ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം ഈ കഴിഞ്ഞ 6 ദിവസവും പരിമല സെമിനാരിയിൽ ഉണ്ടായിരുന്നു. 26-ാം തീയതി താമസം ആരംഭിച്ച പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും നേരിട്ട് ശ്രദ്ധിച്ച് ആവശ്യമായ ഉപദേശം നൽകുകയും എല്ലാ പ്രോഗ്രാമുകളിലും സജീവമായി സംബന്ധിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. തിരുമേനിയുള്ളതായ പ്രത്യേക നന്ദിയുണ്ട്. പ്രത്യേക നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം തിരുമേനി തന്നെയാണ് ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. തിരുമേനിയെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ കൺവെൻഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തീർത്ഥാടന സംഘങ്ങൾ, വിശ്വാസികളുടെ സമൂഹം, എല്ലാവരെയും പരിമല സെമിനാരിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വചന ശുശ്രൂഷ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി കെ വർഗീസ് അച്ഛനാണ്. അച്ഛൻ വൈദിക സെമിനാരിയിലെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിഭാഗത്തിലെ പ്രൊഫസറാണ്. ദൃഢഭദ്രാസനത്തിലെ വൈദികനാണ്. റോമിലെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട റെജി കെ വർഗീസ് അച്ഛൻ. അറിയപ്പെടുന്ന കൺവെൻഷൻ ശുശ്രൂഷകൻ, ധ്യാനഗുരു തുടങ്ങിയ നിലകളിൽ അതിൻ്റെ ശുശ്രൂഷ എന്ന് മലങ്കര സഭയ്ക്ക് ലഭിക്കുന്നു. ഈ സമാപന ദിവസത്തിൽ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട റെജി യൂണിവേഴ്സിറ്റിനെ എല്ലാവരുടെയും പേരിൽ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു. ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷകളും ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ജീവന് അനുപേക്ഷണീയമായ വായുവും മണ്ണും ജലവും മലിമസമാകുന്നതുകൊണ്ട് ജീവൻ തന്നെ അപകടത്തിലാകുന്നു. അതുകൊണ്ട് ഇവയൊക്കെ എത്രയും വേഗം പരിഹരിക്കണം. ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളത് ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ, ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ, ജനനായകന്മാരുടെ ഇടയിൽ എല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നാൽ ഇന്ന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ജീവനെ നിലനിർത്തുന്നതിനുള്ള ഭൗതികമായ വസ്തുക്കളുടെയും സംവിധാനങ്ങളുടെയും അഭാവമല്ല. അതൊക്കെയും ഇതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെക്കാളൊക്കെയും മികച്ച നിലയിൽ നമുക്ക് ലഭ്യമാണ്. എങ്കിലും നമ്മുടെയൊക്കെ ഹൃദയ ചിന്തകളെയും നമ്മുടെ കണ്ണുനീരിനെയും
നമ്മുടെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന തേജോഗോളങ്ങളായ അമാനുഷിക തേജസ്വികളെ, പ്രതിഭകളെ, വിശുദ്ധന്മാരെ, ഭക്തരെ ലോകത്തിന് നഷ്ടമാകുന്നുവെന്നുള്ളത് ഏറ്റവും ദുഃഖകരവും ഏറ്റവും ആവശ്യവുമായ ഒന്നാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഇസ്രായേലിലെ രാജാവ്, ഇടയ ബാലനായിരുന്ന ഒരുവൻ ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഉയർച്ചയിൽ നിന്ന് പഠിച്ച പാഠങ്ങളെല്ലാം, ഉപയോഗിച്ച ശക്തികളെല്ലാം പരാജയമാകുന്നുവെന്നും ഈ ലോകത്തിൽ തനിക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജനതയെ നയിക്കുവാൻ സൈന്യബലമോ അധരബലമോ കായിക ബലമോ സാമ്പത്തിക ബലമോ ഒന്നും കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് മനസ്സിലായ ഉൾബോധ്യം കൊണ്ടാകാം ദാവീദ് ദൈവസന്നിധിയിൽ നിറകൈകളോടുകൂടി നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 12-ാം സങ്കീർത്തനം 1-ാം വാക്യം: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ഉടനീളം മനുഷ്യരുടെ ഇടയിലുള്ള അതിക്രമങ്ങളും അരാജകത്വങ്ങളും തിന്മകളും ദുഷ്ടതകളുമാണ്. ഏറ്റവും അവസാനത്തെ വാക്യം 7-ാം വാക്യത്തിന്റെ അന്ത്യപാദത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്തരം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ, അതായത് മനുഷ്യരുടെ ഇടയിൽ വഷളത്തരം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ദുഷ്ടന്മാരുടെ സഞ്ചാരത്തിന് എന്തെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ ഫോണ്ടിയേഴ്സ് ഇല്ല. അത് നാഷണാലിറ്റികളെയൊക്കെ അതിജീവിച്ച് ഇറ്റ്സ് എ ഗ്ലോബൽ ഇഷ്യൂ, ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഇഷ്യൂ ആയി എല്ലായിടത്തും മാറിയിരിക്കുക. ഭീകരവാദത്തിനും അതിക്രമത്തിനും തിന്മയ്ക്കും അഴിമതിക്കും ഒന്നും ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രാദേശിക തലം മാത്രമല്ല, യൂണിവേഴ്സൽ ഫേസ് തന്നെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് ഹൃദയവേദനയോടെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച ഈ പ്രാർത്ഥനയേക്കാൾ ഗൗരവമേറിയതും തീഷ്ണയേറിയതും ആഴമേറിയതുമായ ഒരു പ്രാർത്ഥനയായി, നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനയായി ഇത് ഉയരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ഒരു വലിയ പ്രാർത്ഥനയിൽ നിന്ന് നമ്മുടെ ആനുകാലിക സംഭവങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമായി ബന്ധിപ്പിച്ച് 2 കാര്യങ്ങൾ പറയുവാൻ മാത്രം ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ തെളിഞ്ഞു വരുന്നത്, ദാവീദ് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചേ: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദാവീദിന്റെ പ്രാർത്ഥന ഇത് വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദിസ് ഈസ് എ പ്രയർ വിത്ത് എ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, എ സോഷ്യൽ ഡയമെൻഷൻ. ലോകത്തിലെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളിലും ഡിനോമിനേഷനിൽ ഒരു വ്യത്യാസമില്ലാതെ, റിലീജിയന്റെ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ നോക്കിയാൽ എല്ലാ ആരാധനാ ആലയങ്ങളിൽ നിന്നും ഉയരുന്നത് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്, പ്രാർത്ഥനയുടെ കർമ്മങ്ങളാണ്. ഈ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കത്തക്ക രീതിയിലുള്ള നിരന്തരമായ യാഗങ്ങളും യജ്ഞങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ ഇങ്ങനെ സമർപ്പിക്കുന്നുവെങ്കിലും ഈ പറഞ്ഞ റിയാലിറ്റി ഇസ്രായേലിൽ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. തൻ്റെ ഭരണത്തിൽ തൻ്റെ ബുദ്ധിയും തൻ്റെ ശക്തിയും തൻ്റെ സൈന്യബലവും ഒക്കെ ഉപയോഗിച്ച് അതിനെ അമർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരുപക്ഷെ രഹസ്യമായ രീതിയിലായിരിക്കാം അദ്ദേഹം ദൈവസന്നിധിയിൽ വന്ന് ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ഒരു ജനതയുടെ മുഴുവൻ, ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ, ഈ ലോകത്തിന്റെ മുഴുവനും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ആളുകൾക്ക് ആവശ്യമുള്ളത്, പ്രത്യേകിച്ച് ഭൗതികമായ നന്മകൾ നേട്ടങ്ങളൊക്കെ വേണമത്, അതൊക്കെ പ്രാർത്ഥനയുടെ ഭാഗമാകേണ്ട എന്ന് തലമില്ല. ദൈവത്തോട് നമുക്ക് വേണ്ടതൊക്കെയും യാചിക്കുവാൻ തിരുവചനത്തിൽ കൂടിയും ദൈവം തമ്പുരാൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അന്നത്തേക്ക് വേണ്ട ആഹാരത്തിന് പോലും ദൈവത്തോട് യാചിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ദൈവം തമ്പുരാൻ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകരണമെന്നുള്ളതാണ്. പക്ഷേ എല്ലാ മനുഷ്യരും ഇങ്ങനെ സ്വാർത്ഥമായ രീതിയിൽ ഒരു സെൽഫോണും ഒരു ATM കാർഡും ലോകത്തിന്റെ എവിടെ ഇരുന്നാലും ഗ്ലോബലായി നമ്മളെ കണക്ട് ചെയ്യാൻ ഒരു ഇന്റർനെറ്റ് കണക്ഷനും
അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് വരുമ്പോൾ കൂടുതലൊരു സമൂഹത്തിന്റെ ഭാഗമാകാതെ, ഒരു കോർപ്പറേറ്റ് റിയാലിറ്റി ആകാതെ ഒരു തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യ സഞ്ചാരം കുറഞ്ഞ് ജനസഞ്ചയങ്ങളുടെ വരവധികം ഇല്ലാതിരുന്ന ഒരു ഒറ്റപ്പെട്ട തുരുത്തായിരുന്നു ഈ പ്രദേശം എന്നുള്ളത് നമുക്കറിയാവുന്നതാ. പക്ഷേ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയും കണ്ണുനീരും യാഗവും യാതനകളും ഒക്കെ ഇവിടെ അനുഭവിച്ച് ഈ മണ്ണിനെയും ഈ ദേശത്തെയും പവിത്രമാക്കി തീർന്നപ്പോൾ നാടിന്റെ നാനാഭാഗത്ത് ജാതിമത ഭേദമന്യേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ അണിമുറയാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകം, ആ തീർത്ഥത്തിന്റെ അർത്ഥം മനസ്സിലാകാനുള്ളത് കൊണ്ടായിരിക്കാം ഇത് ഒരു ജലസഞ്ചയം ആയി മാറിയിരിക്കുന്നത്. അതിന്ന് ഒരു ജനസഞ്ചയമായി മാറിയിരിക്കുന്നതും തിരുമേനിയെ പോലെയുള്ള അനേക വ്യക്തികളുടെ തീഷ്ണമായ പ്രാർത്ഥന തങ്ങളുടെ ശാരീരികവും തങ്ങളുടെ മാനസികവും തങ്ങളുടെ ആത്മീയമായ ഒരു ജീവിതത്തിലല്ല. നമ്മുടെ ഇടയിൽ അറിയാതെ തന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആത്മീയനെന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ദേവാലയം പോലെയുള്ള പവിത്രമായ സ്ഥലത്തേക്ക് ഉള്ളിൽ പ്രവേശിച്ച് സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും മണരാലുണ്യത്തിലോ ഏതെങ്കിലും അരണ്യങ്ങളിലോ ഏതെങ്കിലും ആശ്രമങ്ങളിലോ ദേറായിലോ ഒക്കെ പോയി ഇരുന്ന് ദൈവവും ഞാനും എന്നുള്ള ആ ഒരു വലിയ ബന്ധത്തെ ദൃഢമാക്കുക എന്നൊരു ധാരണ നമ്മുടെ പൊതുവായി ഉണ്ട്. അതുകൊണ്ട് ആത്മീയരൊന്നും കൂടുതൽ സമൂഹത്തിലോട്ട് ഇറങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട എന്നൊരു ധാരണ, തെറ്റിദ്ധാരണയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്ന് നമ്മൾ എങ്ങനെയോ ടൈം ഇമ്മമോറിയലായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അതിന് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന ധീരപുരുഷന്മാർ പൗരസ്ത്യ ആധ്യാത്മികതയിൽ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയുള്ള താപസികളുടെ ആ കഠിനമായ തപചര്യകളിൽ നിന്ന് ഒഴുകിയെത്തുന്നതായ ഊർജവും അതിൽ നിന്ന് ഉണ്ടാകുന്ന ക്രിയാത്മകമായ ദൗത്യവും ഒക്കെ നമ്മളെ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നതാകണം. സമൂഹത്തിൽ നിന്ന് തിരിച്ച് ഒളിച്ചുവിടുന്നതാകരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കുക. ഒരുവന് വേണ്ടി നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരുവൻ പ്രാർത്ഥിക്കുന്നതായ പാരസ്പരികമായ പ്രാർത്ഥനയാണ്. അല്ല, ഇൻഡിവിജ്വൽ ഡയമെൻഷൻ മാത്രമുള്ള പ്രാർത്ഥനയല്ല. ഒരു വ്യക്തിയിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. നിശ്ചയമായും സമൂഹം എല്ലാം കൂടെ ആളുകളിലേക്ക് ഒരു സമ്മർദ്ദവും ചെലുത്താൻ കഴിയുകയില്ല. ഒറ്റപ്പെട്ടതും വ്യത്യസ്തമായ വ്യക്തികളൊക്കെയും കാലാകാലങ്ങളിൽ ഉണ്ടാകുന്നത് നിശ്ചയമായും സമൂഹത്തിന്റെ ആവശ്യം മനസ്സിലായി വ്യക്തിതലത്തിലുള്ള തീരുമാനങ്ങളിൽ കൂടിയാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരിക്കലും വ്യക്തിതലത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഏലിയാവിനെ പോലെയുള്ള മനുഷ്യരാണ് പരിശുദ്ധന്മാരെല്ലാം. അവരെ കുറിച്ച് എന്താ പറയുന്നത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. നമ്മളെപ്പോലെ വിശപ്പും ദാഹവും മോഹവും അതുപോലെ തന്നെ ക്ഷീണവും പ്രയാസവും മാനസിക സമ്മർദ്ദവും ശത്രുവിന്റെ ഭീകരമായ പ്രവർത്തനത്തിനും അവരുടെ വാളിനും അവരുടെ ഭീഷണിക്ക് മുമ്പിലൊക്കെ പതറിപ്പോകുന്ന തരത്തിലുള്ള നമ്മളെപ്പോലെയുള്ള വികാരങ്ങളുടെ ഒരു സമ്മേളനമാണ് അവരിലുള്ളത്. പക്ഷേ അവര് എല്ലാ തരത്തിലും നമ്മളെ പോലെയല്ല. They are the very same people who have an identity with us, but at the same time they are the people who made a difference. നമ്മൾ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന തരത്തിലുള്ളതാണ്. എല്ലാവരും അങ്ങനെ അങ്ങ് സൊസൈറ്റിയിലേക്ക് വേണ്ടി ജീവിക്കുവാൻ അതൊക്കെ കൊണ്ട് ഇന്നത്തെ കാലത്ത് സാധിക്കുകയില്ലെങ്കിലും ദാവീദിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നുവെന്നുള്ളതാ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഹീബ്രു ഭാഷയിലെ വാക്കിന് ഗമോർ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം തീർന്നു പോയിരിക്കുന്നതെന്നാ. വംശനാശം സംഭവിക്കുന്ന ചില ആളുകളെ കുറിച്ചോ അല്ലെ ചില കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് സ്പെഷ്യലായി ചില പരിഗണനകൾ നമുക്ക് കൊടുക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് വളരെ വിവാദമായിട്ടുള്ള അല്ലെ വളരെ ശ്രദ്ധേയമായ കോടതി വിധിയൊക്കെ വന്നത് നമുക്കറിയാമല്ലോ. ബോളിവുഡ് താരമായിരിക്കുന്ന സൽമാൻ ഖാൻ ഷൂട്ടിങ്ങിനിടയിൽ രാജസ്ഥാനിലെ ഫോറസ്റ്റിൽ പോയി അപൂർവമായി കാണുന്ന ഒരു കൃഷ്ണമൃഗത്തെ ഒന്നിൽ കൂടുതലിനെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള കേസ് അത് സുപ്രീം കോടതി വരെ നീങ്ങിക്കൊണ്ടിരിക്കുക. അവിടുത്തെ വിധിക്ക് വീണ്ടും അപ്പീൽ പോകുകയായിരിക്കണം. സർക്കാരിന്റെ അപ്പീല് അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ പാടില്ല, വീണ്ടും അത് വിചാരണയോ അതൊന്നുകൂടെ പുനഃപരിശോധിക്കണമെന്നുള്ള നിലയിൽ പോകുക. ഇതിന്റെ ഗൗരവം എന്താ? അപൂർവമായി കാണുന്ന ഒരു മൃഗത്തെ കൊന്ന് തീർക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചുവെന്നുള്ള ഗൗരവമാണ് അവിടെ ഉയരുന്നത്. അതുപോലെ നമ്മുടെ ഈ ഭൂമിയിൽ ഇനി ഇല്ല എന്ന നിലയിലേക്ക്
വീണ്ടും നമുക്ക് റെപ്ലനിഷ് ചെയ്യാൻ പാടുകയില്ല, ഇനി നമുക്ക് നിറയ്ക്കാൻ സാധിക്കുകയില്ല. ഇവിടെയൊക്കെയുള്ള ഈ സ്റ്റോളുകളിൽ നിന്നൊന്നും മേടിച്ച് പരിശുദ്ധന്റെ നാമത്തിൽ ഇവിടെ അർപ്പിക്കാനുള്ളതല്ലാതെ പരിശുദ്ധനെ സൃഷ്ടിക്കുന്ന ഒന്നും ഈ സ്റ്റോളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അത് മറ്റൊരു തരത്തിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് യഹോവയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുകയാണ്. രക്ഷിക്കണമേ എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ വലിയ വാക്കിന്റെ അർത്ഥം ഭൗതികവും ആത്മീയമായ തലങ്ങൾ അതിനുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചല്ലേ, പഴയ നിയമത്തെ സംബന്ധിച്ച് രക്ഷ എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതുകൊണ്ട് എന്റെയും എൻ്റെ ആത്മാവിൻ്റെയും രക്ഷയല്ല, എൻ്റെ മൊത്തത്തിലുള്ള രക്ഷയാ. ഒരു കാട്ടുമൃഗം എന്നെ ആക്രമിക്കാൻ വരുന്നു, ശത്രു എന്നെ ഓടിച്ചുകൊണ്ട് വരുന്നു, ഒരു പ്രകൃതി ശക്തി എനിക്കെതിരെ ഇതാ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ മറ്റൊരു മാർഗവുമില്ലാതെ പാറയുടെ പിളർപ്പിലോ ഏതെങ്കിലും മരത്തിലോ ഏതെങ്കിലും ഗുഹയിലോ ഒക്കെ മാറി എൻ്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സ്വയം ക്രമീകരിക്കുന്ന ആ രക്ഷയാണ്. അതിന് ഫിസിക്കലായും സ്പിരിച്വലായ ഡയമെൻഷൻ ഉണ്ട്. രക്ഷയുടെ ഒരു എൻറ്റയറിറ്റിയാണ് അവിടെ കാണുന്നത്, സമ്മിശ്രമാണ് അവിടെ കാണുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തികച്ചും അങ്ങ് ആത്മീയരാക്കി, എല്ലാത്തിനെയും അങ്ങ് ആത്മീയരാക്കി കാണുമ്പോഴേക്കും ഭൗതിക കാര്യത്തോട് നമുക്കൊരു അവേർഷനാണ് ഉണ്ടാകുന്നത്, ഒരു പ്രൊഫനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണിനും വായുവിനും ജലത്തിനും ഒക്കെ ഉണ്ടാകുന്ന അപഭ്രംശത്തെക്കുറിച്ചും അതിൻ്റെ നാശത്തെക്കുറിച്ചും ഒന്നും ആത്മീയരെന്ന് പറയുന്നതായ പുതിയ സമൂഹങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് അത്ര കാര്യമായ രീതിയിലുള്ള പ്രാർത്ഥനയും അതിനെക്കുറിച്ച് കൺസേണും ഇല്ല. അവരുടെ വിധം എന്താണെന്നറിയാമോ? ലോകം എങ്ങനെയും പൊക്കോട്ടെ, അവിടെ നാശമുണ്ടാകുകയോ കുറച്ചാളുകളെ കൊല്ലുകയോ ഇവിടെ ചൂട് കൂടുകയോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഇതൊക്കെയും വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഉയർന്ന് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാം. അതുകൊണ്ട് സമൂഹത്തോട് അവർക്ക് പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. എന്നാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ അവരുടെ ജീവിതം മൊത്തം നമ്മൾ എടുത്താല് അവരൊരിക്കലായി തപശരികളിൽ കൂടി ജപിക്കുന്നതായ ആത്മനിർവൃതിയും അതിൽ നിന്ന് ലഭിക്കുന്നതായ വെളിച്ചവും അവരുടെ ആത്മാവിന്റെ പരിപോഷണത്തിന് വേണ്ടി മാത്രമല്ല, അവരെ സ്നേഹത്തോടെ അവരെ സൂക്ഷ്മമായി ഉറ്റുനോക്കുന്ന ഒരു സമൂഹത്തിന്റെ ക്രിയാത്മകമായ വളർച്ചയ്ക്കും അതിന്റെ നവീകരണത്തിനും വേണ്ടി വിനിയോഗിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇടയ ബാലനായി ഉയർന്ന് ഇസ്രായേലിന്റെ രാജാവായി ചരിത്രത്തിൽ നേടി കർത്താവിന്റെ വംശ പാരമ്പര്യത്തിൽ തന്നെ ഉൾപ്പെടുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ദാവീദിന്റെ പ്രാർത്ഥന, യഹോവേ രക്ഷിക്കണമേ, രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നുവെന്നുള്ളതാ. ഇവിടെ ഭക്തിക്ക് ഉപയോഗിക്കുന്നതായ വാക്കിന്, ഹസദ് എന്നുള്ള വാക്കിന് ഭക്തി മാത്രമല്ല, മേഴ്സി, കൈൻഡ്നെസ്, ടെൻഡർ മേഴ്സി, ലവിങ് കൈൻഡ്നെസ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഹസഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നതായ ഒരു വലിയ ഒരു സഹതാപമാണ്, മനുഷ്യനോടുള്ള ഒരു ആർദ്ര കരുണയാണ്. അതാണ് സക്കറിയ പ്രവാചകന്റെയും ഒക്കെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. ദൈവം തന്റെ ആർദ്രകരുണയാൽ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി മേലിൽ നിന്ന് ഇതാ ഉദയം നമ്മെ സന്ദർശിക്കും. ദൈവത്തിന്റെ ആർദ്രകരുണ, ഇത് ടെൻഡർ മേഴ്സി ഓഫ് ഗോഡ് ഹാസ് റീച്ച്ഡ് us. അപ്പോൾ ദൈവത്തിന്റെ ആർദ്രകരുണ തന്നെയാണ് ഇവിടെയും ആവശ്യം. ഈ ദൈവത്തിന്റെ ആർദ്രകരുണ ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത, നമുക്ക് സംസർഗം ചെയ്ത് നമുക്ക് കൂട്ടുകൂടാൻ കഴിയാത്ത അപരിമേയനും അജ്ഞേയനുമായ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള നൂറ്റാണ്ടുകളിൽ ഒന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും ലോകത്തെ നവീകരിക്കുകയും ചെയ്യുന്നതായ അതുല്യ അമാനുഷിക പ്രതിഭകളാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയുള്ളവർ. അവരുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തിരുമേനി ഈ സമൂഹത്തിന്റെ ഇടയിൽ നടന്ന് അല്പം പണപ്പിരിവൊക്കെ നടത്തി വിശുദ്ധ നാട്ടിലേക്ക് പോവുക. ഇന്നിപ്പോ നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലായി മാറിയിരിക്കുക. ഇസ്രായേൽ വരെ ഒന്ന് പോയോ ഇല്ലെന്ന് പറഞ്ഞാല് എന്തോ ഒരു കുറവുള്ളത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടായി ടൂറിസം ഒക്കെ കാര്യമായി വളരുന്നത്. അല്ല, അതിൽ കൂടുതലൊന്നും വലിയ കാര്യം അവിടെ ഇല്ല. പരിശുദ്ധനായ പരിമല തിരുമേനി പോകുമ്പോൾ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ വിശ്വസിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല ആ മലയിലും എന്നുള്ള കാലം വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എന്നാലും നമ്മൾ ആപേക്ഷികരായി, നമ്മൾ കുറവുള്ളതായതുകൊണ്ട് കണ്ണുകൊണ്ടെന്ന് കണ്ടാൽ, നമ്മുടെ ഹൃദയം കൊണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിനോടുള്ള ഭക്തിപാരവശ്യം വർദ്ധിക്കുമെന്നുള്ള ഒറ്റ ആഗ്രഹത്തെ മുൻനിർത്തി ഒരു പ്രദേശത്തിന്റെ, ഒരു ലോകത്തിന്റെ മുഴുവൻ തിന്മകളെ കഴുകിക്കളയത്തക്ക രീതിയിലും നന്മകളെ വേർതിരിച്ച് കാണുന്നതിനുള്ള പ്രകാശമായി മാറുവാൻ പരിശുദ്ധനായ പരിമല തിരുമേനി അവിടെ നിന്ന് പോയി. തിരിച്ചു വന്നിട്ട് ഈ അഴിപ്പുര നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതാ. ഈ കാണുന്ന ദേവാലയമൊക്കെ പിന്നീട് ഉണ്ടായതാണ്.
ഈ ഹൃദയവിശാലതയും ഈ നന്മകളും ഒക്കെ പിന്നീട് വന്നതാ. നമുക്കിന്ന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കുനിഞ്ഞു മാത്രം നമ്മുടെ വിനയത്തോടു കൂടി മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന അഴികളാൽ നിർമ്മിച്ചതായ ഒരു ചെറിയ പുരയാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഏകദേശം 1.5 നൂറ്റാണ്ടിന് മുമ്പ് ഒരു മഹാതപസ്വി തന്റെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ അർപ്പിച്ച ആ ഭവനം ഇന്നും കേടുകൂടാതെ സൂക്ഷിക്കുന്നത് നിശ്ചയമായും ഒരു പവിത്ര സ്മരണകളെ അയവിറക്കുവാൻ നമുക്ക് പര്യാപ്തമായി തീരും. അവിടെ വന്ന് അതിലേക്ക് ഉൾവടച്ച് ആ വാതാനങ്ങളെ അടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഈ സമൂഹത്തിൽ നടക്കുന്നതായ തിന്മകളെ തന്റെ വികാരമായി, തന്റെ വേദനയായി, ഇല്ലാത്തവന്റെ വേദന എന്റെ വേദനയായി, ജാതി വ്യവസ്ഥയുടെ തിന്മകൾ എന്റെ വേദനയായി, അധികൃതരുടെ ഉന്നമനം എന്റെ ഉദ്ദേശമായി തിരിച്ചറിഞ്ഞ് അവിടുന്ന് ലഭിച്ച ആ ദിവ്യ അഗ്നി, അവിടുന്ന് ലഭിച്ചതായ ആ പ്രകാശം അത് മൂടിവെക്കാനുള്ളതല്ല. ഭവനത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് തണ്ടിന്മേലത്രേ അത് വെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു തേജസ്സായി ഈ പ്രദേശത്തെ മുഴുവനും അത് ഒത്തിരി അങ്ങ് പ്രകാശിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ദാവീദിന്റെ ഈ പ്രാർത്ഥന പോലത്തെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും അല്പമെങ്കിലും നമ്മളൊന്ന് സംശീകരിക്കേണ്ടതല്ലേ? ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ദൂരെ ഇരുന്ന് നേർച്ചകളൊക്കെ നേർന്ന് വരുന്ന ആളുകൾ ശരാശരിയായ നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ നന്മകളും നേട്ടങ്ങളെക്കാൾ കൂടുതൽ അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ, നന്മകളൊക്കെ അനുഭവിക്കുമ്പോൾ ആളുകൾ സാധാരണ പള്ളിയിലോട്ടുള്ള വരവൊക്കെ ഒത്തിരി അങ്ങ് കുറയുക ചെയ്യുന്നത്. നേരത്തെ ഒന്നും നിവൃത്തിയില്ലാത്തപ്പോഴൊക്കെ പള്ളി വരും, വേറെ എവിടെ പോകാനാ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഭൗതികമായ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഉന്നതി വന്നു കഴിയുമ്പോൾ പിന്നെ പള്ളി വരുന്നതിന്റെ എണ്ണം അങ്ങ് കുറയും. പിന്നെ ബിസിയായ ആളുകൾ അങ്ങ് പോകും. പക്ഷേ അങ്ങനെയല്ല. അത്യാവശ്യമായ പരിവട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുമ്പോൾ എൻ്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്നും എന്റെ കുടുംബത്തിന്, എന്റെ കർത്താവിന്, എന്റെ ഭർത്താവിന്റെയും മാത്രമായ ഒരു ആത്മീയതയിൽ നിന്ന് ഒരു സമൂഹത്തിൻ്റെതായ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടേതായ ഒരു രീതിയിലേക്ക് ഉയരേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കർത്താവ് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഹൃദയവേദന നമുക്കുണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്നാണ് ദ പാരബിൾ ഓഫ് ഗുഡ് സമരിറ്റൻ, ആ നല്ല ശമരിയാക്കാരന്റെ ഈ ഉപമ. വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അവരെന്റെ വേദന എന്റെ വേദനയായി കരുതുമ്പോൾ, അവന് വേണ്ടിയുള്ള ത്യാഗവും അവന്റെ ജീവനെ രക്ഷിക്കുമ്പോൾ നിനക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് ഒരു യഹൂദനെ ശമരിയാക്കാരന്റെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന വിപ്ലവാത്മകമായ ഒരു ഉപമയാണ് ആ നല്ല ശമരിയാക്കാരന്റെ ഈ ഉപമ. അതുപോലെയുള്ള ഉപദേശങ്ങളുടെ പിൻബലം അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിട്ടാണ് രാജകീയമായ എല്ലാ പ്രൗഢികളും അതിനുള്ള എല്ലാ ഭൗതികമായ വ്യവസ്ഥകളും തന്റെ മുമ്പാകെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അവൻ ഒഴിഞ്ഞു വന്ന് സൈന്യം കൊണ്ടും ആൾബലം കൊണ്ടും ശക്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും നേടാൻ കഴിയാത്തത് പ്രാർത്ഥന കൊണ്ട് നേടുവാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞത് അപൂർവമായ ആളുകൾ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ശക്തി കൊണ്ട്, കായിക ബലം കൊണ്ടൊന്നും നേടാൻ കഴിയാത്തത് പിന്നെ എങ്ങനെ നേടുമെന്നൊരു ചിന്തയാ നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമുക്ക് കേൾക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവർത്തനം പ്രാർത്ഥന മൂലം ലഭിക്കുമെന്നുള്ളതിന് എത്രയെത്ര ഉദാഹരണമാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന്, ആ ഏടുകളിൽ നിന്ന് നമ്മൾ വായിച്ചും പറഞ്ഞും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലൊന്നും ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തെ ഈ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ, ഈ ലോകത്തിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ അവന് വേണ്ടി അതിലർത്ഥമായി അതിനോട് സമസ്തപ്പെട്ട് ആ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ വേദന എന്റെ വേദനയായി മാറുകയാണ്. നമ്മുടെ ഈ ഒരു 16-ാം നൂറ്റാണ്ട് മുതല് ലോകത്തിലുണ്ടായ പുരോഗതിയുടെ, ശാസ്ത്ര പുരോഗതിയുടെയും വെളിച്ചത്തിലാണ് ആദ്യമായി വേദപുസ്തകം ഒരു സോളാ സ്ക്രിപ്ചർ, ഒരു സ്ക്രിപ്ചറായിട്ട് ആളുകൾ കരുതി അച്ചടിയോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. ഈ തിരുവെഴുത്ത് മാത്രം മതി. സോളാ ഫിഡെ എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസമാണ്. എന്റെ വേദപുസ്തകവും എന്റെ വിശ്വാസവും ഞാനുമാകുമ്പോൾ ഞാനും ദൈവവും എന്നൊരു തലം പാശ്ചാത്യ സഭകളിൽ നിന്ന് പൗരസ്ത്യ സഭകളിലേക്ക് വന്നു. ഇന്നത്തെ പച്ചപ്പിന്റെ ആധ്യാത്മികത ഏതു തരത്തിലും ഭൗതികമായ നേട്ടം മതി, അതിന് ഏതു തലത്തിൽ വേണമെങ്കിലും പോകാമെന്ന് പറയുന്ന ഒരു പൊതു സ്പിരിച്വാലിറ്റിയാണ് ഇന്ന് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവന്റെ വേദന, സമൂഹത്തിന്റെ പ്രതിസന്ധി, പ്രയാസം എന്റെ വേദനയായി കാണാൻ സാധിക്കുകയില്ല. വേദനപ്പെടുന്നവനെ കണ്ടിട്ടും കണ്ണടച്ചും ഞാൻ സുഖശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഭൗതികത ലഭിക്കണമേ എന്നുള്ളതാണ് ആളുകളുടെ വലിയൊരു പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയ്ക്ക് വലിയ തലങ്ങളില്ല. പൗരസ്ത്യ ആധ്യാത്മികതയിൽ അതില്ല. നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും
നാം അനുദിനം പല ആവർത്തി ഉയരിവിടുകയും ചെയ്യുന്നതായ കർത്തൃ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കർത്താവ് ഞാൻ എന്നുള്ളൊരു വാർത്ത പോലും ഇല്ലല്ലോ, ഞങ്ങളുടെ എന്നുള്ളതും അവിടുത്തെ എന്നുള്ളതും മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ദൈവവും ഇങ്ങേ തലയിൽ നിൽക്കുന്നത് ഈ സമൂഹത്തിന്റെയാ, വിശ്വാസ സമൂഹത്തിന്റെയാ, മനുഷ്യവർഗത്തിന്റെ മുഴുവനും കൂടിയുള്ള ഒരു പ്രാർത്ഥനയാ. ഞങ്ങൾക്കുള്ള ആവശ്യം, ഞങ്ങൾക്കുള്ള ആഹാരം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ അല്ലാതെ ഞാനെന്ന ഭാവം അവിടെയില്ല. ഒരു ഗുരു പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ വിചാരിച്ചു ഞാൻ പോയാൽ എങ്ങനെയാ ഞങ്ങൾ അവിടെ വരുന്നത്, അതിനുള്ള വഴി കാണിക്കേണ്ടതല്ലേ ഗുരു. ഗുരു പറഞ്ഞു ഞാൻ പോകണമെന്ന് പറഞ്ഞാല് ഈ ഫിസിക്കലായ ഞാനല്ല, എന്നിലെ ഞാൻ പോകണം. എന്നിലെ ഈഗോ, എന്നിലെ ഞാനെന്ന സ്വാർത്ഥത, ആ ഭാവം പോകണമെന്ന. അതൊക്കെ പോയി കാണും അല്ലെ പോകുമെന്നുള്ള പ്രതീക്ഷയോടാ ആളുകൾ കുറച്ച് വിഭൂതി ഭസ്മമെടുത്ത് ഞാനെന്ന വികാരത്തിന്റെ ഈ നെടുകയിലിരിക്കുന്ന, ഈ നെറ്റിയിലിരിക്കുന്ന അഹങ്കാര ഭാവത്തിന്റെ മുകളിൽ കൂടി വരച്ചുകൊണ്ട് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് കോർപ്പറേറ്റ് റിയാലിറ്റി അല്ലാതെ ഇൻഡിവിജ്വൽ റിയാലിറ്റിക്ക് ഒരു വ്യക്തിക്ക് ഒട്ടും സാങ്കത്യം അവിടെ ഇല്ല. ദൈവത്തിന്റെ വിളിയുടെ പരമമായ ലക്ഷ്യം ഒരു മനുഷ്യന്റെ ഉന്നതി അല്ല. അത് തിരിച്ചറിയുവാൻ ഉൾക്കണ്ണുള്ളവർ, ഉൾപ്രകാശം ലഭിച്ചവരാണ് വിശുദ്ധരായി തീരുന്നത്. ചാതുര്യത്തിലുള്ള അത്യാവശ്യം നല്ല ഒരു കുടുംബ പശ്ചാത്തലമുള്ള, അന്നത്തെ നിലയിൽ നല്ല സമൃദ്ധമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വീണ ഒരു മകൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം തന്റെ ജന്മോദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും അതിന് എത്ര ത്യാഗങ്ങൾ നേരിട്ടിട്ടും അതിനെ അദ്ദേഹം അനുധാവനം ചെയ്ത് അതിന്റെ ലക്ഷ്യത്തിലെത്തി ആ ജില്ലയിൽ നിന്ന്, ആ പ്രദേശത്ത് നിന്നൊക്കെ മാറി ഇനി ദൂരെ വന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാ. മലങ്കര സഭയുടെ തേജസ്വികളായി കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും തങ്ങളുടെ സ്ഥലവും തങ്ങളുടെ ആ പ്രവർത്തന മേഖലയും ഒക്കെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിതറി ദൂരെ പോയി ആവശ്യങ്ങളെ തങ്ങളുടെ ഹൃദയത്തിലേക്ക്, നെഞ്ചിലേക്ക് കയറ്റി അതിനെ ലാളിച്ചവരും അതിനെ പരിപോഷിപ്പിച്ചവരുമാണ്. അങ്ങനെ പരിമലത്തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ദാവീദിന്റെ ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ഏലിയാവ് സമസ്വഭാവമുള്ളവനാകുന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ ഭാഗത്തിന് ഒരു തലമുണ്ട്. ഇസ്രായേലിൽ മുഴുവൻ അന്യജാതികളോട്, അന്യദൈവങ്ങളോടുള്ള മമതയും പ്രേമവും വർദ്ധിച്ചപ്പോൾ അതിനെ തടയിടുവാൻ തക്കവണ്ണം ഈ ജനത്തിന്റെ തെറ്റും ഈ ജനത്തിന്റെ വിശ്വാസരാഹിത്യവും എന്റേതാണെന്ന് മനസ്സിലാക്കി രാജാവിനോടും പ്രജയോടും ഒരുപോലെ മുഖവ്യത്യാസം കൂടാതെ ധൈര്യത്തോട് പ്രവാചക ധ്വനിയോട് സംസാരിച്ചുവെന്നുള്ളതും ഇസ്രായേലിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുവെന്നുള്ളതും നമുക്കറിയാവുന്നതാ. അങ്ങനെ സമൂഹത്തെ വ്യതിചലനപ്പെടുത്തണമെങ്കിൽ രാഷ്ട്രീയമായ ബന്ധം കൊണ്ട് സാധിക്കുകയില്ല, സൈന്യത്തിന്റെ ശക്തി കൊണ്ട് സാധിക്കുകയില്ല, നമ്മുടെ വാഗ്ധോരണി കൊണ്ട് സാധിക്കുകയില്ല, മറ്റ് കായിക ബലം കൊണ്ട് സാധിക്കുകയില്ല. ഭൗതികമായി നാം ആശ്രയിക്കുന്ന അനേക സ്ഥിര കേന്ദ്രങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സർവവും സമർപ്പിച്ച് ഒരു ഭക്തൻ നടത്തുന്ന പ്രാർത്ഥനയാണ് യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഈ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ആ സത്യം തിരിച്ചറിഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന, തപ്ത ഹൃദയത്തിൽ നിന്നുണ്ടായ പാത്രാമന്ത്രണങ്ങൾ എഴുതി ചേർത്തതാണ് ഈ ദാവീദിന്റെ സങ്കീർത്തനം, ഈ 12-ാം സങ്കീർത്തനം. സമൂഹത്തിൽ മുഴുവൻ നടമാടിക്കൊണ്ടിരിക്കുന്ന ഉച്ചനീചത്വങ്ങളും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതായ അക്രമ പ്രവർത്തനങ്ങളും അതിക്രമങ്ങളും അഴിമതിയും കണ്ടിട്ട് എനിക്ക് ഭരണത്തിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിന് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർമേഷൻ, ബോധ ഉദയം മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകാതെ നിയമങ്ങൾ എത്ര നമ്മൾ ഉണ്ടാക്കിയാലും, എത്രമാത്രം സൈനിക ശക്തി നമ്മൾ ഉപയോഗിച്ചാലും ഈ സമൂഹത്തെയും മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ദൈവം നേരിട്ട് ഇടപെടണം. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നവർക്ക് മാത്രമേ യഹോവയോട് ഈ സ്ഥിതി എന്താണെന്നൊന്ന് വിവരിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ. 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെയും 7-ാം വാക്യത്തിൽ ഇപ്പം വായിച്ചതുപോലെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്രം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. അവര് എല്ലായിടത്തേക്കും പോവുക. വമ്പ് പറയുന്നതായ നാവ്, കൂട്ടുകാരനോട് 2 മനസ്സും അതുപോലെ തന്നെ 2 ഹൃദയവും വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെ കുറിച്ചൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക.
ആ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം, രണ്ടാം വശം എൻ്റെ ഒരു ചെറിയ ചിന്തയിൽ വരുന്നത്, ദിസ് ഇസ് എ പ്രയർ ഫോർ അഗൈൻസ്റ്റ് ദ സോഷ്യൽ ഈവൾസ്. സമൂഹത്തിന്റെ തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ആദ്യത്തേത് സമൂഹത്തിന്റെ ഈ വിഷയങ്ങളെ ആവഹിച്ചുകൊണ്ട് നടത്തുന്ന, അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല, അതിനെക്കൊണ്ട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത് സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെയുള്ളതാകണം നമ്മുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതായ ദൈവസ്വീകാര്യമല്ലാത്ത പ്രവർത്തനങ്ങളുടെ ഒരു വലിയ കാറ്റലോഗ് തന്നെ നൽകിയിട്ടുണ്ട്. അത് വിവരിച്ചു പറയുവാൻ സമയമില്ല പ്രിയമുള്ളവരെ. എങ്കിലും വൻപ് പറയുന്നവരും ഇരുമുഖമുള്ളവരും ഇരുതരത്തിലുള്ള ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള ആളുകളാ. അവർ പകല് പറയുന്നതല്ല രാത്രിയിൽ പ്രവർത്തിക്കുന്നത്, രാത്രിയിൽ പ്രവർത്തിക്കുന്നതല്ല പകല് പറയുന്നത്. അങ്ങനെ ഈ മെസ്സേജും ലൈഫും തമ്മിലുള്ള അന്തരം, അതിന്റെ കാഠിന്യം കൂടി വരുമ്പോൾ അത് ആർക്കും ഒളിച്ചു വെക്കാൻ തക്കവണ്ണം കഴിയാത്ത ഒരു വലിയ റിയാലിറ്റിയായി സമൂഹത്തിൽ അനുഭവപ്പെടും. അങ്ങനെ മിക്കവാറും എല്ലാ മേഖലയിലുമുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് ഒറ്റപ്പെട്ട പ്രാർത്ഥനയല്ല, എല്ലാ സമൂഹത്തിന്റെയും പ്രാർത്ഥനയായി മാറേണ്ടതാണ്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. മനുഷ്യപുത്രന്മാരുടെ ഇടയിലെ വഷളത്വം വർദ്ധിക്കുമ്പോൾ ദൈവം ഇടപെട്ട് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാ, അന്യം നിന്ന് പോകുന്നതായ ഭക്തന്മാരുടെ എണ്ണം അവിടെയും ഇവിടെയും ഒക്കെ ചെറിയ തുരുത്തുകൾ നൽകി പ്രകാശ ഗോപുരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ഇത് തപോവൃത്തമായി ഈ മനുഷ്യ സംസ്കാരം, മനുഷ്യർ മുഴുവനും നഷ്ടപ്പെട്ടു പോകാതെ ഇരിപ്പാൻ ചിലരെയെങ്കിലും ഉയർത്തേണമേ എന്നുള്ളതാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ. പൊടിയിൽ നിദ്ര കൊള്ളുന്ന ആളുകൾ രണ്ടു തരത്തിലുള്ളവരാണ്. ഒന്ന് നിത്യന്യായവിധിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവരാ, മറ്റൊരു കൂട്ടർ നിത്യമായ സൗഭാഗ്യത്തിന് വേണ്ടിയാ. എന്നാൽ മൂന്നാമതൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് ആ വാക്യത്തിൽ എന്നാൽ കോൺട്രാസ്റ്റിംഗ് പാർട്ടികളാണ് പറയുന്നത്. ബട്ട് ദോസ് ഹു ലീഡ് മെനി ടു റൈറ്റിയസ്നെസ്, അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആളുകൾ എന്നും അവർ ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും ശോഭിക്കും. അവരൊരു ചെറിയ കാലഘട്ടത്തിൽ മാത്രമല്ല, 19-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, 20-ാം നൂറ്റാണ്ടിലും കർത്താവിന്റെ വരവ് വരെയും ഈ പരിശുദ്ധന്റേതായ ഈ കബറിടത്തിൽ നിന്നും ഈ പവിത്ര മണ്ണിൽ നിന്നും ഉയരുന്നതായ നന്മകൾ, ഈ വിശുദ്ധിയുടെ പരിമലയിൽ മാത്രമല്ല, മലങ്കരയിൽ മാത്രങ്ങളല്ല, ഈ ദിഗന്ധങ്ങളെ മുഴുവനെയും പവിത്രീകരിക്കത്തക്ക രീതിയിൽ എല്ലാ നാഷണൽ ഫ്രോണ്ടിയേഴ്സും കടന്ന് ഉയരും എന്നുള്ളതിന് സംശയമില്ല. സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം ഈ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആരായിരിക്കും? നിശ്ചയമായും ദൈവസന്നിധിയിൽ ഹൃദയം ഉയർത്തുമ്പോൾ നിഷ്കളങ്കതയോടെ ഉള്ള ഒരാളിന് മാത്രമേ ഈ പ്രാർത്ഥന നടത്താൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗങ്ങളിലാണ് നിർബന്ധമുള്ളത്. സെമിനാരിയിലോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ ഒക്കെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് മണിയടിച്ച ആളുകളെ ഉയർത്തി അവരെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത് അതിന്റെ ആദ്യ പടിയാ. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ സിലബസ് ഇല്ലാതെ നമ്മൾ പഠിക്കേണ്ട ഒരു തലത്തിൽ എന്ത് പഠിക്കുമെന്നുള്ള ഒരു ലെവലിലേക്ക് മനുഷ്യരെല്ലാവരും ഉയരും. അവിടെയാണ് പ്രാർത്ഥന ആദ്യമേ ആരംഭിക്കുന്നത്. മറ്റതൊക്കെ ബാലശിക്ഷ നൽകി നമ്മളെ പരിപോഷിപ്പിക്കുക. 4 മണിക്ക് എഴുന്നേറ്റ് ഈ പ്രപഞ്ചത്തിന് വേണ്ടി നടത്തുന്നതായ പരിശുദ്ധ പരിമളത്തിനുമേനയുടെ പ്രാർത്ഥനയിൽ ബാഹ്യമായ ഒരു നിർബന്ധവും സമ്മർദ്ദവുമില്ല. ഇറ്റ്സ് എ വോളണ്ടറി ആക്ട് ഓഫ് പ്രയർ. അത് സ്വയം അദ്ദേഹം ഏറ്റെടുക്കുക, ഈ സമൂഹത്തെ പവിത്രീകരിക്കാൻ. എനിക്കറിയാം, അഭിവന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ എസ്താത്യോസ് തിരുമേനി, എനിക്ക് തോന്നുന്നു മറ്റാരും അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ കാണുന്നില്ല. ബിൽ ഗേറ്റ്സിനെയും മെലിൻഡ ഗേറ്റ്സിനെയും ഒക്കെ ദൈവമേ മാനസാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് തിരുമേനി ഒരു കാലം ചെയ്യുന്നതിന് 3-4 വർഷം മുമ്പ് മുതൽ കാര്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ എടുത്തു നോക്കുകയും അനുദിന പ്രാർത്ഥനയിൽ സമ്പന്നന്മാർക്ക് മാനസാന്തരം നൽകണമേ. പത്രദ്വാര മറ്റു വാർത്തകളിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരാകാം. ആ ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അവരുടെ 50 വർഷത്തിനുള്ളിൽ അവരുടെ സ്വത്ത് മുഴുവൻ ലോകത്തിന് നൽകത്തക്ക രീതിയിൽ അവർ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ സമ്പന്നനും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിലെ സമ്പന്നരൊന്നും ചെയ്തിട്ടില്ല. കാരണം ഭാരതത്തിൻ്റെതായ ഒരു ട്രഡീഷനില് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ അവരന്റെ വേദന എന്റെ വേദനയാകണമെന്നൊരു തത്വമില്ല. ആദമേ നീ എവിടെയെന്നുള്ള ചോദ്യം കഴിഞ്ഞാൽ നിന്റെ സഹോദരൻ എവിടെയെന്നുള്ള ചോദ്യമാണ് ജീവന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മാറി
നിന്റെ സഹോദരനെയും കൂടെ നിന്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ മാത്രമേ രക്ഷ നിനക്ക് ലഭിക്കുകയുള്ളൂ. രക്ഷയുടെ എല്ലാ തലത്തിലും അതിന് പൂർണ്ണത ലഭിക്കുമെന്നുള്ള ഒരു വലിയ തത്വം ലോകത്തിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് സമൂഹത്തിന്റെയും കൂടെ വേദനയെ നമ്മുടെ വേദനയാക്കി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കും പുതിയ ജനറേഷനിൽപ്പെട്ട ന്യൂ ജൻ ആളുകൾക്ക് ഒക്കെ വളരെ ന്യൂജൻ മാത്രമല്ല, പ്രായഭേദമന്യുള്ള അത്യാവശ്യം ടെക്നിക്കൽ സാവിയായിട്ടുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്നതാ വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ മെസ്സേജ് എനിക്ക് ലഭിച്ചു. വളരെ ചിന്തനീയമായ ഒന്നാണ്. ഒരു യുവാവ് താൻ സ്നേഹിക്കുന്ന യുവതിക്ക് ഒരു മെസ്സേജ് അയക്കുക, നീ എവിടെയാണ്? ഇപ്പൊ പെട്ടെന്ന് തന്നെ മറുപടി വന്നു, ഞാൻ എൻ്റെ ഫാദറിന്റെ BMW കാറിൽ ലുലു മാർക്കറ്റിലേക്ക് പോകുകയാണ്. തിരിച്ച് അവള് ആ യുവാവിന് മെസ്സേജ് അയച്ചു, നീ എവിടെയാ? അവൻ മറുപടി പറഞ്ഞു, നീ കയറിയ KSRTC ബസ്സിൽ തന്നെ ഞാനും കയറിയിട്ടുണ്ട്, നിന്റെ സീറ്റിന് പിറവിൽ ഞാൻ ഇരിപ്പുണ്ട്, നീ ടിക്കറ്റ് എടുക്കണ്ട, നിന്റെ ടിക്കറ്റ് കൂടെ ഞാൻ എടുത്തോളാം. ഇത് പ്രാർത്ഥനയുടെ ആദ്യ തലത്തിലെത്തുന്ന ആളുകൾ ഇങ്ങനെയാണ്. ചോറ് കിട്ടാൻ വേണ്ടി സങ്കീർത്തനം വായിക്കുക, അത് ഉറച്ചു വായിച്ച് അടുക്കള കേട്ടാല് വായിച്ചെന്നുള്ള ഉറപ്പിൽ ചോറ് തരും. There's the first phase of our spirituality. We must transcend from this basic to the top. നമ്മൾ ഇതിന്റെ ഈ ശരാശരിയിൽ നിന്നോ ആരും വാർഡനില്ലാത്തപ്പോൾ പ്രാർത്ഥിക്കുമോ, ഒരു നിർബന്ധവും എന്റെ പേരില്ലാത്തപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമോ എന്നുള്ള അടിസ്ഥാനപരമായ ഒരു തരവാണ്. അവിടെ ഈ സ്വാർത്ഥതയൊന്നും, ഞാൻ ആഗ്രഹിച്ചതെല്ലാം BMW ലുലു മാർക്കറ്റിൽ ഒരു വലിയ ഒരു കോർണർ തന്നെ, ഒരു ഫുഡ് കോർട്ട് തന്നെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയും ഞാൻ എന്ത് ചെയ്യും? ഒരു കൊച്ചുകുഞ്ഞിന് ഒരാള് കൊടുത്തതുപോലെ ആവശ്യപ്പെട്ടു ആപ്പിള് ഒരെണ്ണം കൊടുത്തു, അടുത്തതെടുത്തപ്പോൾ അതിനൂടെ കൈ നീട്ടി അതും എടുത്തു, മൂന്നാമതൊരെണ്ണം കൂടെ കൊടുത്തു, അത് രണ്ട് കൈയും കൂടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചു, നാലാമതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു, അഞ്ചാമത്തെ ആപ്പിൾ വെക്കുമ്പോൾ വെക്കാൻ സ്ഥലമില്ല, ആറാമത്തെ ഏഴാമത്തെ ആപ്പിളായപ്പോൾ കുഞ്ഞ് നിസ്സഹായയില് ആ നിഷ്കളങ്കമായ രീതിയിൽ കരച്ചിൽ വന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഈ ഭാരതത്തിൽ, ഈ കേരളത്തിൽ, ഈ നമ്മൾ വസിക്കുന്നതായ ചെറിയ ചെറിയ ഇടങ്ങളിൽ, തുരുത്തുകളിൽ ദൈവത്തെ അറിയാത്ത, നീതി അറിയാത്ത, ന്യായം അറിയാത്ത, മനുഷ്യത്വം അറിയാത്ത, അധാർമികമായ, അധമമായ തപസ്സിന്റെ തലങ്ങളിൽ കിടന്നൊഴിയുന്ന മനുഷ്യവർഗത്തെ മാനുഷികമായ നിലയിൽ ഉയർത്തുവാനും ആധ്യാത്മികമായ ചൈതന്യം അവന്റെ ഹൃദയത്തിൽ പകരുവാനും ഈ ലോകത്തിൽ ആരുണ്ടാകുമെന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഭാഷയ്ക്കും അതിന് മതത്തിനുമൊക്കെ അതീതമായി മനുഷ്യന്റെ പ്രയാസങ്ങളെ, മനുഷ്യന്റെ വേദനയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും. പിന്നെയും നമ്മൾ കാണുന്നുണ്ടല്ലോ, അനേക ആളുടെ ഫേസ്ബുക്കില് അവിടെ ഫേസിനാ കൂടുതൽ പ്രാധാന്യം. സിനിമാ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും മറ്റ് അപ്പച്ചനായാലും ഒരു യുവതിയുടെ ഫോട്ടോ എടുത്ത്, ഒരു യുവാവിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് ആളുകൾ ഇങ്ങനെ പരസ്പരം മെസ്സേജൊക്കെ കൊടുത്ത് കൈമാറ്റമൊക്കെ ചെയ്ത്, പിന്നെ അത്യാവശ്യം വോയിസ് മെസ്സേജിലൊക്കെ നീങ്ങി ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അടുത്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ അറിയുന്നത് ഈ 30 വയസ്സോ 18 വയസ്സോ ഉള്ള ഒരു പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷം 6 മാസം അല്ലെ 4.5 വർഷമൊക്കെ സംസാരിച്ച ഇത് ഒരപ്പച്ചനായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത് പത്രദ്വാര മറ്റു തരത്തിൽ നിങ്ങൾ വായിച്ച് നമ്മളൊക്കെ ചിരിക്കുന്നുവെങ്കിലും ഇതൊരു വലിയ റിയാലിറ്റിയാണ്. ഈ അന്തരം കപടമുള്ളതായ മനുഷ്യന്റെ പ്രവർത്തനത്തിന് നമുക്ക് കാണാൻ കഴിയുന്നതാ. ഫേസ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ പോലും മനുഷ്യനൊരു ഒരു ബോഗസ് ആയിട്ടുള്ള ഫേക്ക് പ്രൊഫൈലാണ് മനുഷ്യൻ അവിടെയൊക്കെയും നൽകുന്നത്. പ്രിയമുള്ളവരെ, അതൊക്കെ നമ്മുടെ ആദ്യ തലങ്ങളാണ്. അതിനെയൊക്കെ കാണാൻ കഴിയുന്നതായ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയി അതിനെയൊക്കെ സൂക്ഷ്മമായി നോക്കാൻ കഴിയുന്നതായ ഒരു വെളിച്ചം അവിടേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി വിശുദ്ധ നാടുകളൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഉള്ള ഒരു പ്രാർത്ഥന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും മനുഷ്യര് മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കുമോ? ഇപ്പൊ തന്നെ കേരളത്തിലെ വെള്ളക്കുഴികളായ പ്രദേശങ്ങളാ ഈ പ്രദേശങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ശുദ്ധജലമില്ലാതായി. അപ്പോഴ് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ കാലാളുകളോട് ഓടാൻ തക്കവണ്ണം കഴിയാത്ത ആളുകള് യോർദാനിന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ഇനി മുമ്പോട്ടുള്ള ജനുവരി, ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ മാസങ്ങളില്
ഈ കഠിന ചൂട് വരുമ്പോൾ എങ്ങനെ വെള്ളം കിട്ടുമെന്നുള്ളത് നമ്മളെ വളരെയധികം ഭീവത്സപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് ഒരു പ്രവാചകൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ രാജ്യത്ത് മഴ പെയ്യുകയില്ല. ശമരിയ എന്ന രാജ്യത്ത് ആഹാബ് രാജാവും അദ്ദേഹത്തിന്റെ ഭാര്യ ഇസബേലും സാമൂഹ്യ തിന്മകളാണ് നടത്തുന്നത്. ഇസ്രായേൽക്കാരോട്, പ്രത്യേകിച്ച് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ, അവന്റെ പിതൃസ്വത്തിനെ, അവന്റെ അവകാശത്തെ, അവന്റെ ആത്മീയമായ നിലവാരത്തെ ചീരത്തോട്ടമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രവാചകനിലുള്ള ശക്തി ദൈവം നൽകിയിട്ട് അവൻ ചെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞ ഇനിയും മഴ പെയ്യുകയുള്ളൂ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3 സംവത്സരവും 6 മാസവും മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. പ്രിയമുള്ളവരെ, മഴയ്ക്ക് വേണ്ടി കാക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി ആ രാജ്യത്തിന്റെ തിന്മയ്ക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിച്ചു, മഴ പെയ്യരുത്. ഫോർ ദ ടൈം ബീയിങ് ഇറ്റ് ഷുഡ് നോട്ട് റെയിൻ. മഴ ഇവിടെ പെയ്യരുത്, മഴ ആവശ്യമില്ല. ആളുകളെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. നിനിവയിലെ ജനങ്ങൾ വാവിട്ട് നിലവിളിച്ചു. അവരുടെ ശബ്ദം യഹോവയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ ആ ദൈവം തന്നെ മനസ്സലിഞ്ഞ ആർദ്രകരുണയാൽ സ്നേഹവാനായ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ ആപത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചു, ലോകത്തിനൊരു മാതൃകയാക്കുവാൻ. പ്രിയമുള്ളവരെ, ദേശത്തെയും രാജ്യത്തെയും ഭാഷയെയും വർണ്ണത്തെയും ലിംഗത്തെയും മതത്തെയും ഒക്കെ നമുക്ക് മറക്കാം. സ്നേഹവാനായ ദൈവത്തിന്റെ ആൾരൂപമായി ചരിത്രത്തിൽ എളിയ തുരുത്തുകളായി അവതരിക്കുന്നതായ ദിവ്യപുരുഷന്മാരിൽ ഒരാളായി മലങ്കരയിൽ വന്നു പിറന്ന ഈ താപസ ശ്രേഷ്ഠൻ നമുക്ക് ലോകത്തിന് ലഭിച്ച ഒരു പുണ്യ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ അവകാശമോ അതിൽ നിന്ന് അല്പം നന്മകൾ നുകരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകുന്നുവെന്നുള്ളത് ദൈവത്തിന്റെ വലിയ സ്നേഹമെന്നും കരുണയൊന്നും അല്ലാതെ നമുക്കൊന്നും അവകാശപ്പെടാനില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇത് സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പ്രാർത്ഥനയാണ്, ഒരു വ്യക്തിക്കെതിരെയുള്ളതല്ല. നമ്മുടെ ഇടയിൽ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ വിജ്ഞാനമുള്ളവരും നല്ല രീതിയിൽ ഉയർന്നെന്ന് ചിന്തിക്കുന്നവരെന്ന് വിചാരിക്കുന്ന ആളുകളും വ്യക്തികൾക്കുള്ള വൈരാഗ്യമായിട്ടാണ് ഇപ്പോഴാളുകൾ കാണുന്നത്, കൊല്ലും കൊലയും ഒക്കെ നടക്കുന്നത്. പക്ഷേ വ്യക്തികളല്ല, സാമൂഹ്യ തിന്മകൾ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിന്റെ തിന്മ ശക്തികളോട്, ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് ദ അതോറിറ്റീസ്. അതുകൊണ്ട് ഇതിന്റെ ഈ നന്മയ്ക്ക് മനുഷ്യന്റെ ഹൃദയത്തിലെ തപസ് മാറ്റി പ്രകാശം പരത്തുന്നതിന് എതിരെ നിൽക്കുന്ന ആളുകളെയാണ്, അവർ വിഭാവനം ചെയ്യുന്ന തിന്മയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും എതിരിടേണ്ടതും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, കായിക ബലത്താലല്ല, പ്രാർത്ഥന എന്നത് ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിലെ ശൈശവപ്രായത്തിലും യൗവനപ്രായത്തിലും അവന്റെ വാർദ്ധക്യത്തിലും അത് ഏറ്റവും അനുഗ്രഹമായി ഭവിക്കുമെന്ന് ഈ പരിശുദ്ധ പുണ്യപിതാവ് കൽപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാല്യത്തിൽ അത് നമുക്കൊരു വലിയ ആവേശമായി മാറട്ടെ. യൗവനകാലത്ത് അതിൽ നിന്ന് നമ്മൾ അധികം അകന്നു പോകാതിടയാകട്ടെ. നമ്മുടെ വാർദ്ധക്യമാവുമ്പോൾ അത് നമുക്ക് പിടിക്കാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വടിയായി, ഒരു ശക്തിദുർഗമായി നമുക്ക് പരിണമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈ ലോകത്തിന്റെ തിന്മകളോട്, ഈ ലോകത്തിന്റെ ആവശ്യങ്ങളോട്, അവരുടെ കണ്ണുനീരിനോട്, വേദനയോട്, ഉച്ചനീചത്വങ്ങളോട്, ഈ ലോകത്തിന്റെ തിന്മാശക്തികളോട് ഒക്കെ അതിനോട് എതിരിടുവാൻ, വഴക്ക് മാത്രമല്ല അവിടെയൊക്കെയും ദൈവത്തിന്റെ ശക്തികളെ പകർന്ന് അവരുടെയും വേദന നമ്മുടെ വേദനയാക്കി പ്രാർത്ഥിക്കാൻ ഇതൊക്കെ സാധിക്കും. അവരുടെ വേദന നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ വേദന ഒന്നുമില്ല എന്നുള്ള ഒരു സത്യത്തിലേക്കും നമ്മൾ മനസ്സിലാക്കാൻ കൊണ്ട് നമ്മൾ വളരും. ആ രീതിയിൽ ദാവീദ് രാജാവ് തന്റെ നിഷ്കളങ്കമായ ഇടയ ശുശ്രൂഷയിൽ നിന്ന് ഇസ്രായേലിന്റെ മുഴുവൻ ഇടയത്ത ശുശ്രൂഷയിലേക്ക് വളർന്നു വന്ന വ്യക്തി, ആ ആടുകളുടെ ഇടയിൽ കണ്ട നിഷ്കളങ്കതയും നൈർമല്യവും മനുഷ്യരുടെ ഇടയിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിൽ മനുഷ്യൻ മുഖഭാവം ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് ഹൃദയത്തിൽ സംസാരിക്കുന്നവനാ. അവൻ 2 മുഖത്തോടുകൂടി ഇടപെടുന്നവനാ. അവൻ വന്നു പറയുന്നവനാ. കൂട്ടുകാരനെതിരെ ഭീഷണി മുഴക്കുന്നവനും അവനോട് മധുരവാക്ക് പറഞ്ഞ് അവനെ ചതിയിൽ ചാടിക്കുന്നവനുമാ. അങ്ങനെയുള്ള 2 എന്നുള്ളതായ വൈരുദ്ധ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് വരുവാനുള്ള അറിവ്, മായയിൽ നിന്ന്, ഇല്ലൂഷനിൽ നിന്ന് എൻലൈറ്റൻഡ് ആകുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു വരവ്, അത് വലിയ ഒരു പ്രകാശമായി വരട്ടെ. 2 കാര്യമാണല്ലോ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിച്ചത്. 1, രക്ഷിക്കണമേ യഹോവേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. അത്
സമൂഹത്തിന്റെ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നടത്തിയ സോഷ്യൽ ഡയമെൻഷനുള്ള, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതായ ഒരു പ്രാർത്ഥനയാണ്. രണ്ട്, മനുഷ്യരുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതായ തിന്മകളെ ഒരു വലിയ പട്ടികയായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ ശക്തികൾക്കെതിരെ നിലകൊള്ളുവാൻ, ഒഴുക്കിനെതിരെ നിലകൊള്ളുവാൻ, അവിടെ ഒരു വ്യത്യാസത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ആകാംക്ഷയും പ്രത്യാശയുമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധന്റെ ജീവിതം ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തിയിരിക്കുന്നത്. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്കും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും ഒരു മാറ്റത്തിന്റെ ഒരു കാറ്റായി മാറുവാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇങ്ങനെ ഒരു വേദി ലഭിച്ചത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ ഭരണകർത്താക്കളായ എല്ലാവരോടും, വിശിഷ്യായി പ്രോഗ്രാമിലൊക്കെ പ്രധാനമായി ചുമതല വഹിക്കുന്ന അഭിമന്യ ഡോക്ടർ യൂഹാനൻ മോർ ക്രിസോസ്റ്റമോസ് തിരുമേനിയോടും, പരിമല സെമിനറി മാനേജർ ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനും മറ്റെല്ലാ ഭരണാധികാരികളോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട്, സ്നേഹനിർദ്ദേശ ടീമിനോടും ഇവിടെ സഹൃദയരായി എല്ലാവരും കേട്ടുകൊണ്ടിരുന്നവരോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.